നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്ക് സ്വാഗതം. താങ്ക് യു. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു? കല്യാണം ആര്? ഞങ്ങളോ? കഴിക്കാതെ സുഖമായിട്ട് ജീവിക്കുന്നു. അതെ. ഭയങ്കര സർപ്രൈസ് ആണ് തന്നത് ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക്. ആ പൂജയ്ക്ക് വിളിച്ചത് വെഡിങ് കാർഡൊക്കെ തന്നിട്ടേ. അതെ അതെ അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അല്ലേ? അതെ, വെഡിങ് കാർഡിന്റെ ഇതിലായിരുന്നു പൂജയുടെ ഇൻവിറ്റേഷൻ. അതെ, അത് തന്നെ രസകരമായിരുന്നു. അതെ അതെ. ഇനി എന്തുമാത്രം രസകരമുണ്ടെന്നുള്ള സിനിമ കണ്ട് വേണം നമുക്ക് തീരുമാനിക്കാം അതെ അല്ലേ? അതെ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം. പൊതുവായുള്ള സ്ക്രിപ്റ്റുകളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സ്ക്രിപ്റ്റുകളായിരിക്കും, അതിലെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ എന്നാ താൻ കേസ് കൊടുത്ത ശേഷമാണ് നിങ്ങൾ ഈ കഥയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ? അന്നും നിങ്ങൾ അതിനകത്ത് പ്രണയ ജോഡിയാണ്. ഇതിൽ വന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നു എന്ന് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടാലേ അറിയാവൂ. കല്യാണം കഴിക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ കഥ കേട്ടപ്പോൾ എന്താണ് രാജേഷിന് തോന്നിയത്? ഇത് നമ്മളിങ്ങനെ എന്താ ഇങ്ങനൊരു സിനിമ ആലോചനയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാത്താൻ കേസ് കൊടുത്ത സമയത്ത്. പിന്നെ മദനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന് ഇങ്ങനൊരു സിനിമ ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ആലോചന ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വൈകായിട്ടുള്ള ചർച്ച മാത്രമായിരുന്നു. ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ചെയ്യാൻ രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നത്തെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും പിന്നെ ആദിത്തേട്ടൻ ഇമ്മാനുവലേട്ടനൊക്കെ വിളിച്ച് ഡേറ്റും പറഞ്ഞ് അഡ്വാൻസ് തന്ന് നമ്മൾ സിനിമ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ചെറിയൊരു സിനിമ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്, വലിയൊരു സിനിമയായി മാറി. അത് തീർച്ചയാണ് വലിയ സിനിമ. ഞാൻ ചിത്രനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പ്രൊഡ്യൂസർ. ആളുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ഓരോ ദിവസം ആളുകളെല്ലാം കൂടുകയെന്ന് എന്നോട് പറഞ്ഞു. അതെ അതെ. ഞാൻ 2-3 പ്രാവശ്യം കണ്ണൂർ വരായിരുന്നപ്പോൾ ഒക്കെ ആ സമയത്ത് ചിലപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു വലിയൊരു സിനിമയാണ്. വലിയൊരു സിനിമയാണ്. ഈ പ്രഷർ നിങ്ങൾ രണ്ടുപേരാണ്. ഇതെന്ത് വലുതാന്ന് ചോദിക്കുമ്പോൾ സിനിമ കണ്ടിട്ട് ആ ഫ്രെയിം കാണുമ്പോൾ ആ വലിപ്പം മനസ്സിലാവും. അതെ അതെ. ആ രീതിക്കാണ് സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സബ്ജക്റ്റ് രസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ? നമുക്കൊരു കാസർഗോഡ് സ്ലാങ്ങൊക്കെ പിടിച്ച് മറ്റ് സിനിമയും നോക്കുമ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. രതീഷേട്ടൻ രതീഷേട്ടൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് പയ്യന്നൂര്. അപ്പോൾ ഇത് രതീഷേട്ടൻ്റെ ഓൺ സ്ഥലം തന്നെയാണ്. മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എടുത്ത എന്നത്തെ കേസോട് കുറച്ച് കാസർഗോഡാണ് എടുത്തത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എടുത്ത പയ്യന്നൂര് രതീഷേട്ടൻ്റെ മഹാദേവ ഗ്രാമം എന്ന് പറഞ്ഞ രതീഷേട്ടൻ്റെ സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇതിൻ്റെ മൊത്തം പ്രിമൈസസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ നാട്ടുകാരും രതീഷേട്ടൻ അനുഭവിച്ച പഴയ ഭൂതകാലമൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രണയകഥ മാത്രമല്ല, ആ ഗ്രാമം മൊത്തം ഉണ്ട് ഈ സിനിമയിൽ. ഒരു വലിയൊരു സ്ഥലത്ത് ഒരു സ്പേസിൽ നടക്കുന്ന 2 ആൾക്കാരുടെ പ്രേമമാണ്. പ്രണയം പല വിധമാണ് അല്ലേ? പ്രണയം പല വിധത്തിലുണ്ട്. അതെ. നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു? സുരേഷിന്റെയും സുമലതയുടെയും പ്രണയം. സുരേഷിന്റെ ഇങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയി അങ്ങനെ വല്ല വരുമോ? അതെ അതെ. സുരേഷിന്റെയും സുമലതയുടെയും പ്രണയം എങ്ങനെയായിരുന്നു? ആത്മാർത്ഥമായിട്ടുള്ള ഇതേപോലെ ഭയങ്കര കെയറിംഗ് ആണ്. ഇതേപോലെ സ്ലോ സ്റ്റഡി മീൻസ് ദ റേസ്. അതുപോലെ ഇതേപോലെ ഇടയ്ക്ക് കയറി അപ്പാർത്ഥമായി പതുക്കെ പറഞ്ഞപ്പോൾ അതിൽ കയറി പിടിച്ചിട്ട് അല്ലേ? അതെ അതെ. ഞാൻ പറയാം, പ്രണയം പല വിധമല്ലോ. നമുക്ക് എല്ലാം പ്രണയിക്കാത്തവരാരും ഉണ്ടാവല്ലോ. ഉണ്ടോ? എത്ര പ്രണയം ഉണ്ടായിരുന്നു? ചുമ്മാ അല്ല, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലല്ലോ. ഇപ്പൊ സിൻസിയർ ആയിട്ട് ഒന്നുണ്ട്, അത് പറഞ്ഞ പോരെ. ഒന്നുണ്ട്. അതല്ല അതിന് സിൻസിയർ ആയിട്ട് വേറൊന്നുണ്ട്. അല്ല, ഇപ്പൊ പ്രണയം ഉണ്ടോന്നല്ലേ ചോദിച്ചിട്ടില്ലേ പോലെ. ഇപ്പൊ ചിത്രല്ലേ ഇരിക്കുന്നത് സുമലത. അപ്പൊ സിൻസിയർ ആയിട്ട് ഇപ്പൊ ഒന്നുണ്ട്. അങ്ങനല്ല, നിങ്ങൾ ഏത് ചോദിച്ചേ? നിങ്ങൾ ശരിക്കും ഏത് ചോദിച്ചേ അത് പറ. രണ്ടിനും പോകുന്നുണ്ടെങ്കിൽ 2 ആൾക്ക് സിൻസിയർ ആയിട്ട് ഒന്നുണ്ട്, പിന്നെ നമ്മ ഒന്നുണ്ട്, അത് പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്നത്തെ കേസുകളിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, അത് രസകരമായ വർക്കൗട്ട് ചെയ്ത കോംബോയാണ്. അത് കഴിഞ്ഞിട്ട് ഈ രതീഷിന് നിങ്ങൾ തന്നെ വേണമെന്ന് തോന്നാൻ എന്താണെന്ന് പിന്നീട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ നമുക്ക് ഞാൻ രതീഷേട്ടൻ്റെ എല്ലാ പടത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പം ഓരോ സിനിമയും കഴിയുമ്പോൾ നെക്സ്റ്റ് സിനിമയിൽ ഞാൻ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനൊരു സിനിമ ആലോചനയിലുണ്ടായിരുന്നില്ല. നമുക്ക് വേറെ കുറേ സിനിമകളുടെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് രതീഷേട്ടൻ്റെ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേഷം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തപ്പി നടക്കുകയായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു വേഷം വന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
രതീഷ് ചേട്ടന് ഞങ്ങളെ വെച്ച് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഞങ്ങൾ ആ നാട്ടുകാരാണ്, ആ ഭാഷ ഒക്കെ ഉള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ രതീഷ് ചേട്ടൻ്റെ കൂടെ ഞങ്ങൾക്കും ഭയങ്കര വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പടം ഉണ്ടായി. അങ്ങനെ ഒരു പടം ഉണ്ടായി. ഈ സുമലത ചിത്ര കഥാപാത്രത്തിലേക്ക് സുമലത എന്നൊരു കഥാപാത്രം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വേറിട്ട ഒരു സബ്ജക്റ്റാണ് അല്ലേ? നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്ന ഒരു പ്രണയകാലം ഓർമ്മ വന്നു? ഇല്ല, അങ്ങനെ ഓർമ്മ വന്നിട്ടില്ല. അങ്ങനെ ഓർമ്മ വന്നില്ല. ഇത്ര പ്രോമിസ് ആയിട്ടുള്ള പ്രണയമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ. ബൈബിൾ എടുത്ത് വെക്കാൻ ഇല്ല, ബൈബിളോ ഇനി മഹാഭാരത ഭഗവത്ഗീത എന്ത് വെച്ചാലല്ലോ എങ്ങനെയായാലും ഇത് തന്നെ സത്യം. പിന്നെ ഈ ക്യാരക്ടർ രതീഷേട്ടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ കണ്ണും പൂട്ടി എല്ലാവരും സ്വപ്നം കാണുന്ന ഏതൊരു സിനിമാക്കാരനും സ്വപ്നം കാണുന്ന ഒരു ഭാഗ്യം തന്നെയാണ് രതീഷേട്ടൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവുന്നത്. ഇത് ഈ ഇത്തരം ഒരു സിനിമ നായികയായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര, ഈ സിനിമ ഇറങ്ങുമ്പോഴുള്ള യാത്ര, സിനിമ പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്, അതിനുള്ള യാത്ര ഭയപ്പെടുന്നുണ്ടോ? ഈ നേരത്തെ രാജേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇമ്മാനുവൽ സാർ അജിത്തേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ, അതുപോലെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നമ്പർ മാറിയോന്ന് ആദ്യം ചോദിച്ചേ. എന്നെയാണോ വിളിച്ചതെന്നാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റത്തേക്ക് എനിക്ക് ഇങ്ങനെ തലയുറ്റിയ പോലെ ഇത് എന്നെ വിളിച്ചതാന്ന്, നീ തന്നെയാണ് നായിക എന്ന് പറയുമ്പോൾ ചിലവർ പറ്റിക്കാൻ വേണ്ടി വിളിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു. അതിന് മുമ്പ് രതീഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അടുത്ത മൂവിയിൽ ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ ഇത്ര മാസം ഒന്ന് ഫ്രീ ആവണമെന്ന് പറയുമ്പോൾ രതീഷ് ചേട്ടൻ അന്നേരം എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനൊരു മൂവിയാണ്, അതിൽ നായികയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ വിളിച്ചേ പ്രൊഡ്യൂസേഴ്സ്, അവർ വിളിച്ച് പറയുമ്പോൾ പേടി ഉണ്ടായിന്. അപ്പോൾ ഇനി അങ്ങോട്ട് നിന്നിട്ട് ഇതൊന്ന് നന്നാവട്ടെ, ബാക്കിയല്ലേ എന്നിട്ടല്ലേ. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനൊരു ഈ ഒരു സിനിമ എന്നുള്ള സ്വപ്നം കണ്ടിരുന്നത്. എനിക്ക് പെട്ടെന്ന് അതും ഇത്ര വലിയൊരു അത് വെച്ചാൽ ഡയറക്ടേഴ്സ് അങ്ങനെയല്ല പറഞ്ഞേ, രതീഷ് പൊതുവാളിനെ പോലെയുള്ള ഇത്രയും നല്ലൊരു ഡയറക്ടറിൻ്റെ കൂടെ ഫസ്റ്റ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇനി അങ്ങോട്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ആഗ്രഹങ്ങളുണ്ട്, ഞാൻ വിചാരിക്കാതെ പോലെ കിട്ടും. ഇനി അങ്ങോട്ട് എങ്ങനെയാ കിട്ടാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹമുണ്ട്. അപ്പുറത്തേക്ക് നമുക്ക് ഇനിയുള്ള ക്യാരക്ടറുകൾ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മൾ ചെയ്തു വെച്ച നായിക കഥാപാത്രം ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ട സിനിമയാണ്. ഏറ്റെടുക്കുമെന്നാണ് എന്റെയൊക്കെ വിശ്വാസം. ഏറ്റെടുക്കുന്നുള്ള ഒരു സിനിമയാണ്. അതിനെത്ര മാത്രമേ നമ്മൾ കൂടെ നിൽക്കാനും തീരുമാനിച്ച ഒരു സിനിമയാണ്. രതീഷ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആത്മാർത്ഥ ഫ്രണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും എന്റെ ഏറ്റെടുത്ത ഫ്രണ്ടാണ്. അങ്ങനെ നിൽക്കാൻ തന്നെ തീരുമാനിച്ച ഒരു സിനിമ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെ. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളൊരു നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എടുക്കുന്ന സിനിമകൾ നമുക്കൊരു ഹെവി ആകാം, അല്ലെങ്കിൽ താഴത്തേക്കുള്ളാകാം. അതെങ്ങനെ സെലക്ട് ചെയ്യും? ഇനി ഒന്നും അറിയാതെ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ അറിയില്ല സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന്. ഈ ഷൂട്ടിന്റെ ഇടയിലും രാജേഷേട്ടനെ അറിയാലോ, രാജേഷേട്ടൻ എങ്ങനെയാ, ഞാൻ സിനിമാ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം എങ്ങനത്തെ ചൂസ് ചെയ്യണം ഇവരെല്ലാം പറഞ്ഞ് ഈ സിനിമ ഇതിലും എനിക്കറിയുന്ന ആൾക്കാർ ഈ ഒരു സിനിമേൻ്റെ ആൾക്കാരാണ്. പിന്നെ അതിന് മുമ്പേ ചെയ്തത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കുക ഇനി വന്ന് എങ്ങനെ സെലക്ട് ചെയ്യണം, അതിനെപ്പറ്റി യാതൊരു അറിവും ഇപ്പം എൻ്റെ മനസ്സിലില്ല. ചെയ്യുന്നത് ഇനി ഇതുപോലെ ഇല്ല, നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം തന്നെയാണ് ഉള്ളത്. പക്ഷെ നായിക അങ്ങനെ വേണമെന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ല. ചെയ്യുന്നത് ഡെപ്തായിട്ടുള്ള നല്ല അത് മുമ്പേ എനിക്കുണ്ടായി. അത് തുടക്കത്തിൽ എനിക്ക് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. സുമലതായില്ല, അതൊരു വന്നു പോകാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ. തൃപ്തിയാണ്. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.